ഹായ്, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. ജസ്റ്റ് അത് വീഡിയോ എടുത്ത് എനിക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ തോന്നി. അതിന് വേണ്ടി എടുത്താ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുകയാണെന്ന് അറിയാണ്ട് പുറകിൽ കൂടെ വന്ന് എന്തോ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എന്ന്. അങ്ങനെ അവിടെ നിന്ന് എന്താ മോൻ തുടക്കി എന്തൊക്കെയൊക്കെയാണ് എന്തോ എന്നോട് ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ക്രീമൊക്കെ എടുത്ത് പൊത്തുണ്ടേനി. ഞാനിതാ കണ്ണെഴുതി കഴിഞ്ഞിട്ട് ഐലൈനർ ഇട്ട് അസലറിൻ്റെ ഐലൈനറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് എന്താ അറിയില്ല, സംസാരിക്കുമ്പോൾ എപ്പോഴും നാക്കിങ്ങനെ നാക്കുളക്കും അങ്ങനെ പറയില്ലേ. അപ്പം ഞാനിതാ അങ്ങനെ കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണെഴുതുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആ ബ്ലാക്ക് ഐലൈനറിൻ്റെ ആ സംഭവം അങ്ങ് ഉള്ളിലേക്കായിപ്പോവും. എനിക്ക് മിക്ക സമയത്തും ആവും. പിന്നെ അത് തോണ്ടിയെടുക്കലായിരിക്കും എൻ്റെ പണി. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം പോവും. പിന്നെ കണ്ണിൽ നിന്ന് കണ്ണീര് പറഞ്ഞിട്ട് അത് കുറച്ച് പരന്നൊക്കെ പോവും. അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ എന്താ ഐലൈനർ കൊണ്ട് തന്നെ ഒരു പൊട്ട് വെക്കുകയാണ്, കുഞ്ഞി പൊട്ട്. ആദ്യം ഞാൻ വലിയ പൊട്ടേന് യൂസ് ചെയ്യൽ. അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ പോലെ. അങ്ങനെ ഞാനൊരു ചെറിയ പൊട്ട് വെച്ചു. പിന്നെ എന്താ ചന്ദനക്കുറി വെച്ചു. പിന്നെന്താ നെറുകിൽ സിന്ദൂരം ചാർത്തി. പിന്നെ കണ്ണാടിയിലൊന്ന് നോക്കി ഓക്കെ അല്ലേ എന്നൊക്കെ നോക്കുകയാണ്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് BB ക്രീം ഇടാൻ ഓർമ്മ വന്നത്. ഞാൻ പൗഡർ യൂസ് ചെയ്യാറില്ല. എൻ്റെ ഫേസ് ഡ്രൈ ആണ്, ഭയങ്കര ഡ്രൈ ആവും. അതുകൊണ്ട് ഞാൻ പൗഡർ ഇടാറില്ല. അപ്പോൾ BB ക്രീം ഇടാറേ ഇല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ അല്ലേ എന്നൊക്കെ ഓർത്തിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നപ്പോൾ ജസ്റ്റ് വാരി പൊത്തിയതാണ്. പിന്നെ മുടിയെ കഴിച്ചിട്ട് ഒരു ഫാഷൻ ഷോ.